വീക്കുട്ടനിലെ ലോസ് ഏഞ്ചൽസിലെ ഒരു വ്ലോഗുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ വ്ലോഗ്സിൻ്റെ സിഇഒ ആയ അന്നാവിൻ്റെ നമ്മുടെ വീക്കുട്ടന് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിരുന്നു ഗസ്റ്റായിട്ട് അങ്ങ് ഹോളിവുഡിലേക്ക്. ആ ഷോയ്ക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ വീക്കുട്ടൻ എന്തെല്ലാം ചെയ്തു ആ ഒരു 1 ഡേ സ്റ്റേയിൽ, അതാണ് ഈ വ്ലോഗിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് വ്ലോഗിൽ കാണിക്കുന്ന നമ്മുടെ വീക്കുട്ടൻ ഫുഡ് കഴിക്കുകയാണ്. കൂട്ടുകാരെ, ഫുഡ് കഴിക്കുകയാണ്. നല്ലൊരു യാത്രയൊക്കെ ചെയ്താൽ നമ്മുടെ വീക്കുട്ടനാണെങ്കിൽ നന്നായിട്ട് വിഷമമായി കാണും. അതിനോടൊപ്പം തന്നെ പുള്ളിക്കാരൻ്റെ ക്യാമറാമാനും ഫ്രണ്ടുമായ പുള്ളി നമ്മളെ വീടൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ സ്റ്റേ ചെയ്തിരിക്കുന്ന പ്ലേസ്. അതിനിടയ്ക്ക് ആണെങ്കിൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ക്യാമറയൊക്കെ വാങ്ങിച്ച് ഫോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്കെല്ലാം ഒന്ന് നല്ല വൃത്തിയായിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ പുള്ളിക്കാരൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ. അതിനിടയ്ക്ക് പോയി ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സീനിലേക്ക് വീണ്ടും വരുന്നത് പുള്ളിക്കാരൻ്റെ സുഹൃത്തുമായിട്ട് ഫുഡ് എൻജോയ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ബട്ട് നമ്മുടെ വീക്കുട്ടൻ്റെ അടുത്ത് ഒരു റെഡ് കളറിലെ ബോട്ടിൽ ഇരിപ്പുണ്ട്. ഐ തിങ്ക് കൊക്കക്കോളയാണ് എന്നാണ് തോന്നുന്നത്. കള്ളൻ പുള്ളിക്കാരൻ തന്നെയാണല്ലോ അംബാസിഡറും. എന്തായാലും പുള്ളിക്കാരൻ നന്നായിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ നമുക്ക് കാണാം. പിന്നെ ഒരു മിററിനകത്ത് പുള്ളിക്കാരൻ വി എന്ന സൈൻ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ സീൻ കാണിക്കുന്നത് വീക്കുട്ടവരുടെ അടുത്ത് ഇരിക്കുന്നതായിട്ടാണ്. ക്യാപ്പൊക്കെ വെച്ച് പെട്ടെന്ന് ശ്വാസമൊക്കെ എടുത്തൊന്ന് വലിച്ചും ദീർഘശ്വാസം എടുത്തൊന്ന് വലിച്ചു വിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജിമ്മിലേക്കാണെന്നാണ് പുള്ളിക്കാരൻ നമ്മളോട് സൂചിപ്പിക്കുന്നത്. അത് തന്നെ, പുള്ളിക്കാരൻ ക്യാപ്പൊക്കെ ഇട്ട് നല്ല ലോങ് ടീഷർട്ട്സൊക്കെ ഇട്ട് പുള്ളിക്കാരൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ഗൈസ്, വർക്കൗട്ട് ചെയ്യണം. ആ വർക്കൗട്ട് ചെയ്യുന്ന വേഗം നോക്കി എന്ത് സൂപ്പറായിട്ട് അടുത്തത് വർക്കൗട്ട് ചെയ്യുന്ന പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഈയിടെയായിട്ട് കാണുന്ന എല്ലാ വീഡിയോസിലും ക്യാപ്സ് വെക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാപ്പും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ക്യാപ്പ് വരും, ഇടയ്ക്കിടയ്ക്ക് കാണത്തില്ല കേട്ടോ. പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ മോസ്റ്റ്ലി എയർപോർട്ട് ട്രെൻഡ് തൊട്ട് പുള്ളിക്കാരൻ്റെ കാഷ്വൽ സ്റ്റൈലിലെല്ലാം നമുക്ക് ഈ ക്യാപ്പ് കാണാൻ സാധിക്കും. അത് വീണ്ടും ക്യാപ്പ് വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്യാപ്പ് വെക്കുക ഊരുക. അത് പുള്ളിക്കാരൻ ഇപ്പം സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ കാണുന്ന ഇപ്പോഴാണ്. ഇനി മുന്നേ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മോസ്റ്റ്ലി പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് തൊട്ടുള്ള എല്ലാ എയർപോർട്ട് സ്റ്റൈലിനും എല്ലാത്തിനും ക്യാപ്പ് വെക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ വർക്കൗട്ടാണ് വീണ്ടും ഉള്ള വീഡിയോസിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, വീക്ക് അത്രയ്ക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, മസിൽസ് ഒന്നും ഇല്ല എന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ കുക്കി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോയി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു, വീയും ജിമ്മിനും ഒക്കെ. ആ ഒരു സമയം നല്ല രസമായിരുന്നു. പുള്ളിക്കാരൻ അടുത്ത് പോയി എനിക്ക് മസിലുണ്ടെന്ന് കാണിക്കാനൊക്കെ ഉള്ള അഭ്യാസങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അത് ഭയങ്കര രസമുള്ളതായിരുന്നു. പിന്നെ സീൻ കാണിക്കുന്ന പുള്ളിക്കാരൻ ഒരു നൈറ്റ് വാക്കിന് പോകുന്നതാണ്. നല്ല രസമുണ്ട്. ഇപ്പം എന്താ വീണ്ടും പുള്ളിക്കാരൻ ക്യാപ്പൊക്കെ വെച്ച് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു നോട്ടോ ഭാവം. പിന്നെ പെട്ടെന്ന് എപ്പോഴും ഉള്ളൊരു സീനാണ് പുള്ളിക്കാരൻ്റെ ചുണ്ട് ഡ്രൈ ആകുമ്പോൾ പുള്ളിക്കാരൻ നാക്ക് വെച്ച് ജസ്റ്റ് അതൊന്ന് വെറ്റാക്കി കൊടുക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ ഓടുകയാണ്. ഇങ്ങനെ ഈ ഓട്ടം എങ്ങോട്ടാണെന്ന് ആർക്കറിയാം. ഓടി പോവുകയാണ്. ഫ്രണ്ടിൽ എന്തൊക്കെയോ ഒരു ലൈറ്റ് സെറ്റിംഗ് കാണിക്കുന്നുണ്ട്. ഒരു ബീച്ചിൻ്റെ സൈഡ് പോലാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്, ബട്ട് വേറെ എന്താണില്ല. ഇപ്പം എനിക്ക് തോന്നുന്നില്ല, ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു നമ്മുടെ ഓച്ചിറയിലില്ലേ ഈ 12 വിളക്കിനൊക്കെ ലൈറ്റ് സെറ്റിംഗ് കാണത്തില്ലേ, അതേമാതിരിയുണ്ട്. പിന്നെ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് ബീച്ചിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് പെട്ടെന്ന് നോക്കിയപ്പോൾ അല്ല, ഇത് ഏതൊരു പാർക്ക് ഇല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു നൈസ് പ്ലേസ് ആണ്, സൈലൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. അവിടെയും കുറേ അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനുണ്ട്. ഇതൊക്കെ അവരുടെ സ്വീറ്റ് മൊമെൻറ്റ്സ് ആണ്, രസമുണ്ട്. പിന്നെ കാണിക്കുന്നത് വിയുടെ റൂമിലേക്കാണ് കാണിക്കുന്നത്. റൂമിൽ അടുത്ത ഡ്രസ്സിങ് സ്റ്റൈൽ നമുക്ക് വേണ്ടിയാണ് ഈ ഡ്രസ്സ് ഇട്ടതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പർപ്പിൾ കണ്ടോ പുള്ളിക്കാരൻ നമ്മളെ കാണിക്കുന്നുണ്ട്, അതെടുത്ത് ഒന്നിച്ചിരിക്കുന്നുണ്ട്. വീക്കുട്ടൻ്റെ സ്റ്റൈൽ എപ്പോഴും ട്രെൻഡിങ് ആണ്, യൂണിക്കാണ്. എല്ലാവരും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് വീക്കുട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് സിമ്പിളായാലും കാഷ്വൽ ആയാലും സ്റ്റൈലായാലും സ്റ്റൈലിഷ് സ്റ്റൈലുള്ള ഡ്രസ്സായാലും ഏതായാലും വീക്കുട്ടൻ്റെതായിട്ടൊരു സിഗ്നേച്ചർ സ്റ്റൈലിൽ പുള്ളിക്കാരൻ അത് മാറ്റിയിരിക്കും. അങ്ങനെ പല ഫാഷൻസ് ഷോയിൽ പുള്ളിക്കാരൻ്റെ ഡ്രസ്സും അതുപോലെ നോർമൽ ഒരു ഡ്രസ്സ് ഇടുന്നത് തന്നെ എന്തോരം ഹൈലൈറ്റ് ആവുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ സോഷ്യൽ മീഡിയയിൽ പിന്നെ അതായിരിക്കും അതിൻ്റെ ഓളമായിരിക്കും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ നിന്നിരിക്കും. കാരണം വി എന്ന് പറഞ്ഞാലേ ട്രെൻഡാണ്. ട്രെൻഡിൻ്റെ ഡെഫിനിഷനും വി ആണ്, ഹാൻഡ്സത്തിൻ്റെ ഡെഫിനിഷനും നമ്മുടെ വി ആണ്. ഇപ്പം നമ്മുടെ വീക്കുട്ടൻ അത്രയ്ക്ക് ഒരു ചില്ലറ സെലിബ്രിറ്റി അല്ല, ലോകം അറിയപ്പെടുന്നു. നേരത്തെ ലോകം അറിയായിരുന്നു, എങ്കിലും ഇപ്പം പുള്ളിക്കാരൻ ഒരു താര പദവിയിലേക്ക് വന്നിരിക്കുകയല്ലേ, ഗ്ലോബൽ അംബാസഡർ ഓഫ് 30. സോ നമുക്കെല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ
ഒരു ഗ്ലോബൽ അംബാസഡർ ആയെന്ന് വിഷയത്തിൽ നമ്മൾ തെന്നി മാറി വീഡിയോയിലേക്ക് വീണ്ടും നമ്മൾ കിടക്കുന്നു. പുള്ളിക്കാരൻ ഡിന്നർ വീണ്ടും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കൂടെ സം മൂമെൻറ്റ്സ് ക്യൂട്ട് ആക്ഷൻസ് ഒക്കെ പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. എന്ത് ക്യൂട്ടാണ് ഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ക്യൂട്ട്നെസ് ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്താലും അതിൽ ക്യൂട്ട് കാണാം. അതിനിടയ്ക്കൂടെ കണ്ടോ പുള്ളിക്കാരൻ ഓരോ ക്യൂട്ട്നെസ് കാണിക്കുന്നു. ഉറങ്ങുവാണോ അയ്യോ എന്നിട്ട് ചിരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കൂടെ ഉള്ളവരെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ആർമീസ് അവരിലൊക്കെ ഇടയ്ക്കൊക്കെ എടുത്ത് കാണിക്കുന്ന നല്ല രസമുണ്ട്. നമ്മളെ ഫുഡ് എന്താണ് പുള്ളിക്കാരൻ കഴിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ക്യാമറ. നമുക്ക് എല്ലാ രീതിയും എല്ലാം കാണണം. ആർമീസ് എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ ആ മൊമെൻറ്റ്സ് പുള്ളിക്കാരൻ എന്ത് ചെയ്യണം ആർമീസ് കാണാൻ വേണ്ടി പുള്ളിക്കാരൻ എല്ലാം സെറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു സൈഡിൽ എവിടേക്ക് ഒതുക്കിയൊക്കെ വെച്ചേക്കുവാണ്. ഈ കുട്ടാ കഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫിൽറ്ററൊക്കെ മാറുന്നുണ്ട്. ഇതിനിടയ്ക്കൂടെ നമ്മുടെ വീക്കുട്ടൻ ആർമീസിനെ കാണാൻ വേണ്ടി ക്യാമറ ഇടയ്ക്കിടയ്ക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പാവം വീക്കുട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്കെല്ലാം കാണാൻ സാധിക്കുമെന്ന് നോക്കുന്നുണ്ട്. പുള്ളിക്കാരൻ കഴിക്കുന്നത് എന്താണെന്ന് കാണിക്കുന്നു. ഇന്നത്തെ വ്ലോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്ത പാട്ടിൽ വീക്കുട്ടൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് കാണാം. പാവം